തിരുവനന്തപുരം അരുവിക്കരയിലെ വെൽഡിംഗ് തൊഴിലാളിയായ ചന്ദ്രൻ ഒരു വർഷമായി കിടപ്പിലാണ്. അനീമിയ രോഗത്തിന് അടിമപ്പെട്ട തൊഴിലാളിക്ക് പഴയ ആരോഗ്യം തിരികെ ലഭിക്കാൻ 10 ലക്ഷത്തോളം രൂപ ചെലവ് വരുന്ന മജ്ജമാറ്റിവെക്കൽ ശസ്ത്രക്രിയ വേണമെന്നാണ് ഡോക്ടർമാരുടെ നിർദ്ദേശം. ആഹാരത്തിന് പോലും ബാക്കിയില്ലാത്ത അവസ്ഥയിലായ ചന്ദ്രനും ഭാര്യയും നാട്ടുകാരുടെ സഹായം തേടുകയാണ്. സ്വന്തമായി ഒരു കിടപ്പാടമോ വസ്തുക്കളോ ഇല്ലാത്ത ചന്ദ്രൻ വെൽഡിംഗ് തൊഴിലാളിയായിരുന്നു. എന്നാൽ ഇന്ന് അസുഖബാധിതനായി കിടപ്പിലാണ്. ചികിത്സയ്ക്ക് ലക്ഷങ്ങൾ തന്നെ വേണം. ഈ അവസ്ഥ ചന്ദ്രന് താങ്ങാവുന്നതിലും അപ്പുറമാണ്. മൾജിക്ക് പ്രശ്നമായിട്ട് 7 വർഷമായിട്ട് ഉണ്ട്. നമ്മൾ സാമ്പത്തികമൊന്നും ഇല്ലാത്തതുകൊണ്ട് നമ്മൾ പോയില്ല. പക്ഷെ ഇപ്പം ചേട്ടന് ഡോക്ടർ പറഞ്ഞു ഓപ്പറേഷൻ ചെയ്യണം, 10 ലക്ഷം രൂപയോ ആവുമെന്ന് പറഞ്ഞു. ഇപ്പം തീരെയും ജോലിക്കൊന്നും പോകാൻ പറ്റുന്നില്ല. അല്ലാത്തൊരവസ്ഥയാണ്. ചന്ദ്രനും ഭാര്യ അനിതയും ഒറ്റമുറിയുള്ള വാടക വീട്ടിലാണ് ഇപ്പോൾ താമസം. രോഗബാധിതനായ ഈ 42-കാരന് കൈത്താങ് വേണമെന്നതിനാൽ ഭാര്യയ്ക്ക് വീട്ടുവേലയ്ക്ക് പോലും പോകാനും കഴിയുന്നില്ല. സഹായത്തിന് ആരുമില്ലാത്ത ദമ്പതിമാർക്ക് പലപ്പോഴും സേവാഭാരതി പ്രവർത്തകരാണ് കൈത്താങ്. ആ സേവാഭാരതിക്കാരാണ് നമ്മളെ സഹായിക്കുന്നത്. ഇപ്പം എല്ലാ കാര്യത്തിലും വീട്ടു സാധനങ്ങളായാലും വണ്ടിക്കൂലി ആയാലും എല്ലാ ഇതിലും നമ്മളെ സേവാഭാരതിക്കാരാണ് സഹായിക്കുന്നത്. അപ്പം നമുക്ക് ആശുപത്രിയിൽ പോകാനൊക്കെ പൈസ ഇല്ല എന്ന് പറഞ്ഞാൽ ചേട്ടന്മാർ കൊണ്ടുതരും. നട്ടെല്ലിന്റെ മജ്ജ മാറ്റിവെക്കൽ ശസ്ത്രക്രിയക്ക് 10 ലക്ഷത്തോളം രൂപ ചെലവ് കണക്കാക്കുന്നു. എത്രയും പെട്ടെന്ന് ട്രീറ്റ്മെന്റ് ചെയ്തില്ലെങ്കിൽ മരണം വരെ സംഭവിക്കുമെന്നാണ് ഡോക്ടർമാർ പറയുന്നത് തന്നെ. ഇവരുടെ ചികിത്സാ സഹായത്തിനായി അരുവിക്കര കളത്തുകാൽ വാർഡിലെ മഹിളാ മോർച്ച പ്രവർത്തകർ പ്രത്യേക സമിതി രൂപീകരിച്ചു. ക്രിട്ടിക്കൽ സ്റ്റേജിലാണ് നിൽക്കുന്നതെന്നും ബ്ലഡ് അടച്ചടച്ചാണ് അവരുടെ ജീവൻ ഇപ്പം നിലനിർത്തിക്കൊണ്ട് പോകുന്നതെന്നും അപ്പോഴാണ് ഞാൻ അറിയുന്നത്. അയലോക്കത്തുള്ളവരെല്ലാം സഹായിച്ചാണ് ആഹാരമൊക്കെ അവർ കഴിച്ചുകൊണ്ടിരിക്കുന്നത്. വാടക കൊടുക്കാൻ നിവർത്തിയില്ല, മരുന്ന് വാങ്ങാൻ നിവർത്തിയില്ല, ഇങ്ങനെയൊക്കെ എൻ്റെ അടുത്ത് പറഞ്ഞ് കരയുകയാണ് ഉണ്ടായത്. സന്മനസ്സുള്ളവർക്ക് നെട്ടയം SBI ബ്രാഞ്ചിലെ TK ചന്ദ്രന്റെ അക്കൗണ്ടിലേക്ക് സഹായധനം കൈമാറാം. ഗൂഗിൾ പേ നമ്പർ 8921482776. ജനം, തിരുവനന്തപുരം.